നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സാങ്കേതിക വാരാഘോഷം ആരംഭിച്ചു. 18 മുതൽ 22 വരെ പ്രദർശനങ്ങളും പരിശീലനങ്ങളും നടക്കും. മാർച്ച് 18 മുതൽ 22 വരെ പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടക്കുന്ന പരിശീലനങ്ങളും പ്രദർശനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാങ്കേതിക വാരാഘോഷത്തിന് KVKയിൽ തുടക്കമായി. പരിപാടിയിൽ പങ്കെടുത്ത കർഷക പ്രതിനിധി മാത്യു പേഴത്തിങ്കൽ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KM പ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ P രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ PS മനോജ്, ഡോക്ടർ S ഷൺമുഖവേൽ, ഡോക്ടർ KK ഐശ്വര്യ, ഡോക്ടർ B പ്രദീപ്, കർഷക പ്രതിനിധികളായ സുനിൽകുമാർ ഉണ്ണിക്കുളം, ചിത്രഭായി വടകര തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും ഇഞ്ചിയുടെയും മൂല്യവർദ്ധനവ് വിഷയത്തിൽ പരിശീലന പരിപാടി നടന്നു. സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് A ദീപ്തി ക്ലാസ് എടുത്തു. വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളും കർഷകരും ഉൽപ്പാദിപ്പിച്ച വിത്ത്, തൈകൾ എന്നിവയുടെയും വിവിധ കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം പെരുവണ്ണാമൂഴിയിൽ സാങ്കേതിക വിദ്യാവാരം 18-ാം തീയതി മാർച്ചിലിരുന്ന് 22-ാം തീയതി വരെ 5 ദിവസങ്ങളായിട്ട് നടത്തുന്നതാണ്. അതിൽ ആദ്യം ഇന്നലെ നമ്മളുടെ ഇഞ്ചി, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിനുடைய വാല്യൂഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് കുറിച്ചിട്ടുള്ള പരിശീലനമാണ് ഇവിടെ നടന്നത്. ഇന്ന് ഇവിടെ നടക്കുന്നത് പ്രഗതി കൃഷി, അതിനുடைய ഒരു പരിശീലനയും അത് റിലേറ്റഡായിട്ടുള്ള എക്സിബിഷൻ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതോടൊപ്പം ഇനി വരുന്ന മറ്റ് 3 ദിവസങ്ങളിൽ, അതായത് നാളെ നടിന വസ്തുക്കളുടെ ഉൽപ്പാദനം അതേക്കുറിച്ചിട്ടുള്ള പരിശീലനയും, അതുക്ക് അടുത്ത ദിവസം അതായത് വ്യാഴാഴ്ച ഇവിടെ നമ്മൾ നടത്തുന്നത് ജൈവ രീതിയിലുള്ള കൃഷി, അതോടൊപ്പം ഇപ്പോൾ ഉള്ള കാലാവസ്ഥയെ കൊണ്ടിട്ടുള്ള മാറ്റങ്ങൾ, അതിൽ എന്തെന്താണ് കൃഷി രീതി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് കുറിച്ചിട്ടുള്ള ഒരു പരിശീലനം കൂടിയാണ്. അവസാനം നമ്മൾ വെള്ളിയാഴ്ചയാണ് അലങ്കാര മത്സ്യകൃഷി, അതിനുடைய ഒരു പരിശീലനം കൂടി നമ്മൾ ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പല കർഷകർ ഈ പരിശീലനയ്ക്കും അതോടൊപ്പം ഇവിടെ KVKയിൽ നമ്മൾ വെച്ചിട്ടുള്ള എക്സിബിഷനും കൂടി കാണാൻ പറ്റും. എക്സിബിഷൻ വരുന്നവർ ആവശ്യമായിട്ടുള്ള വിത്തുക്കൾ, ഈവൻ ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ കുരുമുളകിനുடைய തൈകൾ, പല ബയോ ഇൻപുട്സ് ഇതുകൾ വാങ്ങാൻ പറ്റും ഇവിടെ. അതോടൊപ്പം മറ്റ് എക്സിബിഷൻ സ്റ്റാളുകളായ വിവിധ എക്യുപ്മെൻറ്റ്സ്, അതായത് പല തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് കുറിച്ചിട്ടുള്ള ഇവിടെ നമ്മൾ പ്രദർശനം ചെയ്തിട്ടുണ്ട്. വാല്യൂഡ് പ്രോഡക്ട്സ്, ഇപ്പോൾ മില്ലറ്റ്സിലും വാഴയിലും ചക്കയിലുമുള്ള വാല്യൂഡ് പ്രോഡക്ട്സ് ഇവിടെ നമ്മളുടെ കർഷക ഗ്രൂപ്പുകൾ ഇവിടെ ഡെമോ ചെയ്ത് കാണിക്കാറുണ്ട്. അതിനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട്. കൂത്താളി ഫാം, അവരുടെ ഫാമിലുള്ള സാധനങ്ങൾ ഇവിടെ വിത്ത്, തൈകൾ, മറ്റ് ബയോ ഇൻപുട്സ് കൂടി ഇവിടെ സെയിൽസ് ചെയ്യാൻ വേണ്ടിയുള്ള കൗണ്ടർ കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 5 ദിവസം നടക്കുന്ന ഈ പരിപാടികളിൽ ജനപ്രതികൾ, നമ്മളുടെ പബ്ലിക് ഇവിടെ വന്ന് സാങ്കേതിക രീതികൾ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി അറിയാൻ പറ്റും. ചൊവ്വാഴ്ച പ്രകൃതി കൃഷിയിൽ ക്ലാസും പരിശീലനവും നടന്നു. 22-നാണ് വാരാഘോഷം അവസാനിക്കുന്നതെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. താൽപര്യമുള്ള കർഷകർക്ക് പരിപാടികളിൽ ഇനിയും സംബന്ധിക്കാവുന്നതാണ്. പരിശീലനത്തിനെത്തിയവരെ മാതൃകാത്തോട്ടവും കാണിച്ചു. പരിശീലന ക്ലാസ് നല്ലൊരു അനുഭവമായി മാറിയതായും കൂടുതൽ അറിവ് ലഭിച്ചതായും കർഷകർ പറഞ്ഞു. KVKയിൽ പരിശീലനത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ നമുക്ക് അറിവ് ഈ ഇന്നത്തെ പരിശീലനം കൊണ്ട് നമുക്ക് നല്ലൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കൃഷി എങ്ങനെ ചെയ്യണമെന്നും കൂടുതൽ മെച്ച രീതിയിൽ കൃഷി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്ക് ഈ പരിശീലനം കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.